SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,2020. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.69. കുറവ് 0.19%. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. കഴിഞ്ഞ വർഷത്തെ എണ്ണം 71,831. 10,382 വ്യത്യാസം കാണാം. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 46. വിജയശതമാനം 67.65. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 6. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4. വിജയശതമാനം 66.67. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലകൾ പാല, മാവേലിക്കര 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 98.28%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം 4,115 വിദ്യാർത്ഥികൾ. 4,115. 4115. കഴിഞ്ഞ വർഷം ഇത് 4,934 819 കുറവുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറവുണ്ട്. ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 681. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 675. വിജയശതമാനം 99.12%. 4 ഗൾഫ് സെൻറ്ററുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 428. വിജയശതമാനം 95.75%. ലക്ഷദ്വീപിലെ 4 സെൻറ്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 447. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്ററുകൾ PK MM HSS എടരിക്കോട് മലപ്പുറം 2017 കുട്ടികൾ. വിജയിച്ച കുട്ടികളുടെ എണ്ണം 2013. വിജയശതമാനം 99.8%. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 299. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ സെൻറ്റ് ജോസഫ് സ്കൂൾ പെരട്ട കണ്ണൂർ 1 വിദ്യാർത്ഥി. ഇനി ഒന്നും കൂടെ ഉണ്ട്. തിരുവനന്തപുരം ഫോർട്ട് HS-ൽ 1 കുട്ടിയാണ് പരീക്ഷ എഴുതിയത്. സെൻറ്റ് ജോസഫ് സ്കൂൾ പെരട്ടയിൽ അവിടെ 1ാം ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട് ഇപ്പോൾ പഠിക്കുന്നത്. 2ാം ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. 3ാം ക്ലാസ്സിൽ 15 കുട്ടികളുണ്ട്. 4ാം ക്ലാസ്സിൽ 34 കുട്ടികളുണ്ട്. 5ാം ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്. 6ാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്. 7ാം ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. 8ാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്. 9ാം ക്ലാസ്സിൽ ഇപ്പോൾ 19 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ 1 കുട്ടി. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് പരിശോധിക്കുന്നുണ്ട്. ഫോർട്ട് സ്കൂളിലാണെങ്കിൽ 5ാം ക്ലാസ്സിൽ 3 കുട്ടികൾ. സംസ്കൃതമാണല്ലോ, അറിയാമല്ലോ തിരുവനന്തപുരത്തുകാർക്ക്. 6ാം ക്ലാസ്സിൽ 3 കുട്ടികൾ. 7ാം ക്ലാസ്സിൽ 4 കുട്ടികൾ. 8ാം ക്ലാസ്സിൽ 5 കുട്ടികൾ. 9ാം ക്ലാസ്സിൽ 5 കുട്ടികൾ. 10ാം ക്ലാസ്സിൽ 1 കുട്ടി. ആകെ സ്കൂളിൽ 21 കുട്ടികൾ. THSLC പരീക്ഷ മാർച്ച് 2025. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 48.
പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 3055. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 3039. വിജയശതമാനം 99.48%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 429. SSLC HI പരീക്ഷ മാർച്ച് 2025. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 29. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 207. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 206. വിജയശതമാനം 99.51. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 31. THSLC HI പരീക്ഷ മാർച്ച്. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 2. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 12. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 12. വിജയം 100%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളില്ല. AHSLC പരീക്ഷ മാർച്ച് 2025. സ്കൂളിൻ്റെ പേര് കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി, തൃശ്ശൂർ. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 66. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 66. വിജയം 100%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇല്ല. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ വിവരം. സർക്കാർ സ്കൂൾ 856. എയ്ഡഡ് സ്കൂൾ 1034. അൺഎയ്ഡഡ് സ്കൂൾ 441. ആകെ 2331 സ്കൂളുകൾ 100% വിജയം നേടി. 2331 സ്കൂളുകളാണ് 100% വിജയം നേടിയത്.